തിരുത്തണം സഖാബ് അത് തിരുത്താതെ നിങ്ങൾ വീണ്ടും ന്യായീകരിക്കാൻ പോയി കഴിഞ്ഞാൽ വിജയമാഷ് പറഞ്ഞു തന്നെയാണ് പറയുന്നത്. വിജയമാഷ് കുട്ടിയെ പുറത്താക്കിയാലും ചോദ്യം അവിടെ തന്നെ ഉണ്ടാകും. സച്ചിദാനന്ദ മാഷ് നിങ്ങൾ എത്രത്തോളം, സാറാ ജോസഫിനെ നിങ്ങൾ എത്രത്തോളം ആക്ഷേപിച്ചാലും അവരുയർത്തിയ ചോദ്യങ്ങൾ ഈ അന്തരീക്ഷത്തിലുണ്ടാകും. അത് സാധാരണക്കാരന്റെ ചോദ്യമാണ്. ഷിനിജേഷ് അരവിന്ദ്, എന്തായാലും നമ്മൾ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് പോകുമ്പോൾ പല തരത്തിലുള്ള ആശയവിനിമയങ്ങൾ, കൊടുക്കൽ വാങ്ങലുകളൊക്കെ നടത്തേണ്ടി വരും. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ സമയത്താണ് സംവിധായകൻ രഞ്ജിത്തിന്റെ ഒരു വാചകം, എന്തായാലും പട്ടിണി കിടത്തിയില്ലല്ലോ എന്ന് ജനങ്ങൾ പറഞ്ഞു എന്ന വാചകം വലിയ തോതിൽ ഒരു ക്യാമ്പയിൻ മെറ്റീരിയൽ ആയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അനുകൂലമായി സംസാരിക്കുന്നവരുണ്ടാവും, നിങ്ങളെ എതിർത്ത് സംസാരിക്കുന്നവരുണ്ടാവും, സർക്കാരിന് അനുകൂലമായി സംസാരിക്കുന്നവരുണ്ടാവും, എതിർത്ത് സംസാരിക്കുന്ന ആളുകളുണ്ടാവും. ഇതിനൊക്കെ അപ്പുറത്ത് ജനങ്ങളുടെ തീരുമാനം ഉണ്ടാവുകയും ചെയ്യും. ഇപ്പോൾ സാംസ്കാരിക ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ വളരെ സ്വാഭാവികമായി സംഭവിക്കുന്നത് ഇപ്പോഴത്തെ സ്ഥിതിവിശേഷങ്ങളോടുള്ള ഒരു പ്രതികരണം എന്ന നിലയിലാണോ നിങ്ങൾ കാണുന്നത്? ഇല്ല, തീർച്ചയായിട്ടും അഭിലാഷ്, ഞാൻ പ്രകാശ് മാഷ് പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ തിരുത്തിക്കൊണ്ട് സംസാരിക്കട്ടെ. പ്രിയപ്പെട്ട പ്രകാശ് മാഷെ, ഭരണമില്ലാത്ത 10 വർഷം അത് ഞങ്ങളുടെ സുവർണ കാലഘട്ടമായിട്ടാണ് ഞങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഞങ്ങളുടെ പാർട്ടിയെ പുനരുജ്ജീവിപ്പിക്കാൻ ആവശ്യമായ വഴി തുറന്നു വന്നത് 10 വർഷത്തെ പിണറായി വിജയൻ ഭരണകൂടമാണ്. നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, കൊട്ടിഘോഷിക്കപ്പെട്ട് കാസർഗോഡ് നിന്ന് ആരംഭിച്ച ആഡംബര നവകേരള യാത്രയെ ഞങ്ങൾ കാസർഗോഡ് മുതൽ ഞങ്ങളുടെ കുട്ടികൾ KSUക്കാരനും യൂത്ത് കോൺഗ്രസ്സുകാരനും പ്രതിരോധിച്ചപ്പോൾ, DYFIക്കാരനും പോലീസുകാരനും രക്ഷാപ്രവർത്തനം എന്ന നിലയ്ക്ക് തലയ്ക്കടിച്ച് പൊട്ടിച്ചപ്പോൾ അങ്ങ് തിരുവനന്തപുരം വരെ പ്രതിഷേധത്തിന്റെ ഒരു മാലപ്പടക്കം കൊണ്ടുവരാൻ ഞങ്ങൾക്ക് സാധിച്ചത് ഞങ്ങൾ ഭരണത്തിന്റെ പുറത്തു നിന്നതുകൊണ്ടാണ്. ജനകീയ സമരങ്ങൾ ഞങ്ങൾ ഏറ്റെടുത്തത് ഭരണത്തിന്റെ പുറത്തുള്ളത് കൊണ്ടാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞങ്ങൾ 4 കോർപ്പറേഷൻ പിടിക്കും, ജില്ലാ പഞ്ചായത്ത് പകുതിയോളം ഞങ്ങൾ പിടിക്കും, ബ്ലോക്ക് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റിയും ഗ്രാമപഞ്ചായത്തും 70% പിടിക്കുമെന്ന് ആത്മവിശ്വാസത്തോടു കൂടി പറഞ്ഞത് പ്രതിപക്ഷത്ത് നിന്നുകൊണ്ട് വളരെ കൃത്യമായ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ നടത്താനുള്ള രാഷ്ട്രീയ പണി ഞങ്ങൾ എടുത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഭരണമില്ലാത്തത് ഞങ്ങളെ സംബന്ധിച്ചുള്ള ഗുണകരമാണ്. ഇനി രണ്ടാമത്തെ കാര്യം കൂടി പറയട്ടെ പ്രകാശ് മാഷേ. പാർട്ടിയെ ജനങ്ങൾ തിരുത്തണം എന്ന് പറഞ്ഞ് ഒരു വയോധികനായ CPMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ ഒരു പുസ്തകം എഴുതിയ സാഹചര്യം ചരിത്രത്തിൽ ആദ്യമല്ലേ. നിങ്ങൾ സച്ചിമാഷ വിട്ടേക്കൂ, സാറാ ജോസഫിനെ വിട്ടേക്കൂ. ദീർഘകാലമായി കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിനകത്തുള്ള പയ്യന്നൂർ പോലെയുള്ള പാർട്ടി ഗ്രാമത്തിനകത്തുള്ള സഖാവ് കുഞ്ഞികൃഷ്ണൻ പുസ്തകം എഴുതുന്നു. 4 വർഷക്കാലം പാർട്ടിക്കകത്ത് സഖാവ് ധനരാജിന്റെ രക്തസാക്ഷിത്വവുമായി ബന്ധപ്പെട്ട് പാർട്ടി പിരിച്ച പണം വകമാറ്റി എന്ന് ഹൃദയവേദനയോടുകൂടി പാർട്ടി കമ്മിറ്റിയിൽ പിണറായി മുതൽ താഴെ തട്ട് വരെ പലവട്ടം ആവർത്തിച്ചിട്ടും മറുപടി കിട്ടാതായ സമയത്ത് ഒരു പുസ്തകം എഴുതി ജനങ്ങളിലേക്ക് തുറന്നു വെച്ച ഒരു സമീപകാല ചരിത്രം എന്തെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടായിട്ടുണ്ടോ? അവിടെയും നിങ്ങൾ ചെയ്യുന്നതാണ് കുഞ്ഞികൃഷ്ണന്റെ വീട്ടിന്റെ മുന്നിൽ വെച്ച് പ്രതീകാത്മകമായി പടകം പൊട്ടിച്ചുകൊണ്ട് നാളെ നിങ്ങളെ ശരിയാക്കും എന്ന മെസ്സേജ് കൊടുക്കുന്നു. പ്രകടനം നടത്തിയവനെ തല്ലിച്ചതയ്ക്കുന്നു. ഇതാണ് ഭരണം നിങ്ങൾക്ക് സമ്മാനിച്ചത്. രക്തസാക്ഷി കുടുംബം ഒന്നൊന്നായിക്കൊണ്ട് കോൺഗ്രസിലേക്കും മറ്റു പാർട്ടികളിലേക്കും ചേരുന്നു. ഇതുപോലെ ചാനൽ ചർച്ചകളിൽ വന്നുകൊണ്ട് ദീർഘകാലമായി ന്യായീകരിച്ച് പണി ബുദ്ധിമുട്ടിയ സമയത്ത് പാർട്ടി വിട്ടുപോകുന്ന സാഹചര്യമുണ്ട്. ഇത് തന്നെയാണ് ഈ ഭരണത്തിന്റെ റിസൾട്ട് എന്ന് പറയാവുന്നതാണ്. അത് കേരളത്തിലെ സാധാരണക്കാരൻ കാണുന്നു. സ്വാഭാവികമായി ഞാൻ നേരത്തെ ശ്രീ പ്രേംകുമാർ തിരുത്തി, പ്രതിഫലനമാണ് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ തിരുത്തി. പ്രിയപ്പെട്ട പ്രേംകുമാർ, ആ പ്രതിഫലനമാണ്. പാർട്ടിക്കകത്ത് പല തരത്തിലുള്ള ആളുകളുണ്ട്, പാർട്ടിയെ സ്നേഹിക്കുന്നവരുണ്ട്. ഒന്നും കിട്ടാതെ ഈ ആശയത്തിനോട് ചേർന്ന് നിൽക്കുന്ന പാർട്ടിക്കാരുണ്ട്. അവരാണ് ഈ പാർട്ടിയുടെ ശക്തി. അവരാണ് പറയുന്നത് പാർട്ടി തിരുത്തണം എന്ന്. ആ തിരുത്തലിന്റെ ശബ്ദം അവർ പറയുമ്പോൾ അവരെ കേൾക്കാതെ ന്യായീകരിക്കാൻ പുറപ്പെടുന്ന ആളുകൾ പാർട്ടിയുടെ ഗുണഭോക്താക്കളാണ്. ആ ഗുണഭോക്താക്കളുടെ പട്ടിക വളരെ വലുതായി വരുമ്പോഴാണ് നിങ്ങളെപ്പോലെയുള്ള ആളുകൾ ന്യായീകരിക്കാൻ വരുന്നത്. പിണറായി വിജയന്റെ ഭരണകൂടം 10 വർഷം തുടർന്ന് 15ാമത്തതിലേക്ക് പോകരുതെന്ന് പാർട്ടിയോട് ആഭിമുഖ്യമുള്ള ഒരാൾ പറയുമ്പോൾ 96 മുതൽ അയാൾ 10 വർഷം നേടിയിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾക്കുമായി കൂടെ എന്ന വരട്ട് തത്വവാദ ന്യായീകരണമാണ് ഈ പാർട്ടിയെ നശിപ്പിക്കുന്നത് എന്ന് നിങ്ങൾ ആലോചിക്കുന്നത് നല്ലതാണ്. കേരളത്തിൽ ഒരു പുതിയ പൊളിറ്റിക്സ് ഞങ്ങൾ എപ്പോഴും പറയുന്നു, 10 വർഷക്കാലം ഭരണത്തിന്റെ പുറത്തു നിന്നപ്പോൾ ഞങ്ങൾ മുന്നോട്ട് വെക്കാൻ പോകുന്നത് ഒരു പുതിയ രാഷ്ട്രീയമാണ്. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ മോചനയാത്ര തുടങ്ങിയ പേരുകളിൽ നിന്നൊക്കെ മാറ്റം വരുത്തിക്കൊണ്ട് പുതുയുഗ യാത്ര ഞങ്ങൾ നടത്തുന്നത്. പ്രിയപ്പെട്ട പ്രകാശ് മാഷും പ്രേംകുമാറും ഒക്കെ കേരളത്തിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് എപ്പോഴെങ്കിലും ഒന്ന് കണ്ണോടിക്കണം. വിദ്യാഭ്യാസ രംഗത്ത് LSS USS സ്കോളർഷിപ്പ് പോലും കൊടുക്കാൻ സാധിക്കാത്ത, വർഷങ്ങളായി കൊടുക്കാത്തവർ വിദ്യാഭ്യാസ രംഗത്ത് മാറ്റം വരുത്തി എന്ന് പറയുന്നു. പൂട്ടിയിട്ട സ്കൂളുകളുടെ കണക്ക് ചോദിച്ചപ്പോൾ അങ്ങനെ കണക്ക് പുറത്തുവിടാത്ത ഒരു സർക്കാർ ആയിക്കൊണ്ട് ഈ സർക്കാർ മാറുന്നു. മെഡിക്കൽ കോളേജിലേക്ക് നമ്മൾക്ക് ഒരുമിച്ച് പോകാം. നൂലും സൂചിയും ഇന്നും വാങ്ങേണ്ട ആരോഗ്യരംഗമാണ് കേരളത്തിലുള്ളത്. കേരളത്തിലെ വിദ്യാർത്ഥികൾ കൂട്ടമായി പുറത്തേക്ക് പോകുന്ന സാഹചര്യമാണുള്ളത്. വ്യവസായ
വ്യവസായ രംഗത്ത് ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ നമ്മൾക്ക് സാധിച്ചിട്ടില്ല. ആൾട്ടർനേറ്റീവ് ഇല്ലാത്ത സാഹചര്യമാണ് ഇവിടെയുള്ളത്. ഗതാഗത രംഗത്ത് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടില്ല. ഇതൊന്നും സാധിക്കാത്ത ഒരു ഗവൺമെന്റ് എപ്പോഴും പാർട്ടിക്കകത്ത് പാർട്ടിയുടെ ചില ആളുകൾക്ക് തടിച്ചു കൊഴുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾ പറയുന്നത് തിരുത്തണം സഖാവ്, തിരുത്തണം സഖാവ്. അത് തിരുത്താതെ നിങ്ങൾ വീണ്ടും ന്യായീകരിക്കാൻ പോയി കഴിഞ്ഞാൽ വിജയമാഷ് പറഞ്ഞു തന്നെയാണ് പറയുന്നത്. വിജയമാഷ് കുട്ടിയെ പുറത്താക്കിയാലും ചോദ്യം അവിടെ തന്നെ ഉണ്ടാകും. സച്ചിദാനന്ദ മാഷ് നിങ്ങൾ എത്രത്തോളം, സാറാ ജോസഫിനെ നിങ്ങൾ എത്രത്തോളം ആക്ഷേപിച്ചാലും അവരുയർത്തിയ ചോദ്യങ്ങൾ ഈ അന്തരീക്ഷത്തിലുണ്ടാകും. അത് സാധാരണക്കാരന്റെ ചോദ്യമാണ്. ആ ചോദ്യത്തിന് കൃത്യമായി ഉത്തരം പറയാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നത് ചരിത്രത്തിലെ ഏറ്റവും പ്രയാസകരമായ, ഞങ്ങളൊക്കെ എപ്പോഴും പറയുന്നത് ബംഗാളിനെ പോലെ ത്രിപുരയെ പോലെ ആവരുത് എന്ന് തന്നെയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവരുത് എന്ന് തന്നെയാണ്. അതിന് തുടർ ഭരണം നിങ്ങൾ ദുഷിപ്പിച്ചിട്ടുണ്ട് എന്ന് സ്വയം വിലയിരുത്തി തിരുത്താനുള്ള സമയമാണ്. വീടിനകത്തേക്ക് പോയി ഞങ്ങൾക്ക് നല്ല അഭിപ്രായമാണ് കിട്ടിയത് എന്ന് ഗോവിന്ദ മാഷ് പറയുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും മോശകരമായ അവസ്ഥ എന്നുകൂടി ഞാൻ സൂചിപ്പിക്കുന്നു.